അക്രൈസ്തവ കുടുംബത്തിൽ നിന്നും യേശുവിനെ അറിഞ്ഞ തിരുവനന്തപുരം കൊച്ചുതോപ്പ് സ്വദേശിനിയായ ലതയുടെ അനുഭവ സാക്ഷ്യമാണ് സാക്ഷ്യകൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായം. ലത യേശുവിനെ അറിഞ്ഞത് തൻ്റെ 30-ാം വയസ്സിലാണ്. ക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ നിന്ദകളും പരിഹാസങ്ങളും ഏറെ സഹിക്കേണ്ടി വന്ന വ്യക്തി. അപ്രതീക്ഷിതമായി വന്നുപെട്ട ക്യാൻസർ രോഗത്തിൽ നിന്നും ദൈവം വിടുവിച്ച അത്ഭുത സാക്ഷ്യം. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് കർത്താവിനെ അറിഞ്ഞത്. അവർ ആചാരപ്രകാരം ഉപവസിക്കുകയും പ്രാർത്ഥനയിലൊക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി എന്താ പറയുക, അമ്പലം വിശ്വാസി മാത്രമല്ല, അമ്പലം വിഴുങ്ങെന്നുള്ളൊരു രീതിയിലായിരുന്നു എൻ്റെ ജീവിതം. അത്രയും കാലത്തിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് എൻ്റെ ഭർത്താവ് രോഗിയാണെന്ന് അറിയണതും. എൻ്റെ ഭർത്താവ് ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ ഒത്തിരി മദ്യപാനിയായിരുന്നു. ജോലിക്ക് പോകാൻ പറ്റാതായപ്പോൾ ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതും ആ സമയത്തൊക്കെയാണ് ഞാൻ എൻ്റെ കർത്താവിനെ അറിയാൻ തുടങ്ങിയെങ്കിലും ഞാൻ ആ ലോകമോഹങ്ങളിൽ നിന്നിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവിടെയൊക്കെ ഒരു ദൈവദാസൻ എന്നോട് സുവിശേഷം പറഞ്ഞെങ്കിലും ഞാൻ അതൊന്നും കൈക്കൊള്ളുവാനിടയായില്ല. കഷ്ടങ്ങൾ ഒത്തിരി കൂടുതലായി. 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങളും അവരെ പഠിപ്പിക്കാനും ഒന്നിനും ഒരു നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് ഞാൻ ജോലിക്കിറങ്ങി ആ സമയത്തൊക്കെയും ഒരു ദൈവദാസൻ്റെ ഒരു പാസ്റ്ററിൻ്റെ ഒരു ഹോട്ടലിലാണ് ഞാൻ ജോലിക്ക് പോകാനിടയായത്. അവിടെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ദൈവദാസൻ എൻ്റെ അടുത്ത് സുവിശേഷം പറയുമെങ്കിൽ ഞാൻ കൈക്കൊണ്ടില്ല. പിന്നെ ആ സമയത്ത് എനിക്കൊരു വയ്യായിക വന്നു. അവിടെ നിന്ന് കുറച്ച് മരുന്ന് ഇങ്ങനെ കഴിക്കാനെടുത്തപ്പോഴാണ് ആ ദൈവദാസൻ എന്നോട് പറഞ്ഞത്, കൃഷ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, മെഡിസിനും കളയെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു, യേശു എന്തായാലും വിടിയിക്കുന്ന ഒരു ദൈവമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ലോകമോഹങ്ങളിലൊന്നും ഞാൻ മുഴുകിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് അതിനുള്ള ഒരു താല്പര്യമില്ലായിരുന്നു. എങ്കിലും ആ ദേവദാസം ചില സമയം അവിടെ അതനുസരിച്ചില്ലെങ്കിൽ എനിക്ക് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമെന്നുള്ള ഭയം കൊണ്ട് ഞാൻ ആ മെഡിസിൻ അവിടെ കളഞ്ഞുകയും പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ആ രോഗം എനിക്ക് അപ്പോഴും മാറുകയും ചെയ്തു. എനിക്ക് ഒത്തിരി കടഭാരങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിനും രോഗത്തിൻ്റെ ഇതിലും ഞങ്ങൾക്ക് കടയുണ്ടായിരുന്നു. ആ കടയുടെ ഇതിലൊക്കെ വെച്ച് ഒത്തിരി കടഭാരങ്ങളുണ്ടായിരുന്നു. ആ കടഭാരങ്ങളൊക്കെയും തീർക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് നാട്ടിൽ നിന്ന ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ ഞാൻ സിംഗപ്പൂർ ദേശത്തേക്ക് കടന്നുപോയി. സിംഗപ്പൂർ ദേശത്ത് പോയി ഞാൻ വിചാരിച്ചതൊന്നും അല്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ പിന്നെ നടന്നത്. ഞാൻ ഒത്തിരി അനുഭവിക്കേണ്ടി വന്നു. ഒത്തിരി ഞാൻ മക്കളെയും ഭർത്താവിനെയൊക്കെയും കളഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സംഭവമായിരുന്നു. ലോകം എന്തെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു വീട്ടിൻ്റെ അകത്ത് ജനിച്ച് വളർന്ന് അങ്ങനെ ആരായിട്ട് ഒരു ഇതുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. കണ്ട രാജ്യത്ത് പോയപ്പോൾ എനിക്കതൊക്കെയും ഉൾക്കൊള്ളുവാനോ അവിടുത്തെ രീതികളൊന്നും എനിക്ക് ഉൾക്കൊള്ളുവാനോ ഒന്നിനും കഴിയാതെ ഞാൻ ഒത്തിരി വേദന അനുഭവിച്ചു. ഞാൻ ചെന്ന് പെട്ടതോ ഒരു വല്ലാത്തൊരു അഗ്നിപ്രവേശനം ചെയ്യും, അങ്ങനെ വല്ലാത്തൊരു ഞാൻ കേൾവി മാത്രം ഉള്ളായിരുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിലായിരുന്നു അവിടെ ചെന്ന് കയറിയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ എന്നെ ഒത്തിരി വേദനിപ്പിക്കുകയും പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് വിട്ട ഒരു ദൈവദാസനുണ്ടായിരുന്നു. ദൈവദാസൻ എപ്പോൾ എന്നെ പറഞ്ഞു വിട്ടത് ഇങ്ങനെയായിരുന്നു, നീ ഫോണെടുത്ത് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കയായിരിക്കണമെന്ന് പറഞ്ഞു വിട്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും അപ്പോഴും മനസ്സിലായില്ല, എനിക്ക് അറിയില്ലായിരുന്നു അതിനെപ്പറ്റിയൊന്നും. പക്ഷേ പുള്ളിക്കാരൻ എനിക്ക് പോകുന്ന സമയത്ത് ഒരു ബൈബിൾ തന്നേച്ചായിരുന്നു. ആ ബൈബിളിൽ ബൈബിൾ അവിടെ കൊണ്ടുപോയി വായിക്കുകയും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഞാൻ ബൈബിൾ വായിക്കാനിടയായി. അപ്പോഴെനിക്ക് ഒന്ന് മനസ്സിലായി, ഞാൻ സേവിച്ചിരുന്ന 3000 കോടി ദൈവങ്ങളൊന്നും എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പോഴും ഒരു തീരുമാനം എടുത്ത്, കർത്താവേ, എന്നെ ഈ ദേശത്തു നിന്ന് എൻ്റെ സ്വന്തം ദേശത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുകയും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നൊക്കെ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ സഹോദരന്മാരുണ്ട് 3 പേര്. എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം നായർ കുടുംബമാണ്. അവരൊക്കെയും ഒത്തിരി പ്രശ്നക്കാരാണ്. എനിക്കെല്ലാം അറിയാം. പക്ഷേ എങ്കിലും ഞാൻ മരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കാം എന്നുള്ള ആ തീരുമാനത്തിൽ ഞാൻ കർത്താവിനെ അറിയുന്ന സമയത്ത് എനിക്ക് 30 വയസ്സേ ഉള്ളൂ. 30 വയസ്സുള്ള സമയത്താണ് ഞാൻ സിംഗപ്പൂർ ദേശത്തുനിന്നും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും അപ്പോൾ ഞാൻ അവിടെ വെച്ചൊരു തീരുമാനം എടുത്ത് എൻ്റെ കർത്താവിനെ, ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ സ്വീകരിക്കുമെന്ന്. പക്ഷേ അവിടെ വെച്ച് എൻ്റെ ലെവിയൊക്കെ ക്യാൻസലാവാനിടയായി. ലെവി ക്യാൻസലായപ്പോഴത്തേക്ക് എന്നെ എടുത്തവർക്ക് അത് അടയ്ക്കാനുള്ള അവർക്കും പൈസ ഇല്ലാതായി. അവരെന്നെ നാട്ടിലേക്ക് അയച്ചാലേ മതിയാവുള്ളായിരുന്നു. അപ്പോഴും അവിടുത്തെ ഗവൺമെൻറ് എനിക്ക് ലെറ്റർ അയച്ച് നിങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകണമെന്ന്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ജയിലിലേക്ക് ആവുമെന്നുള്ള ഇങ്ങനൊരു ലെറ്റർ വന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ എടുത്തവരോട് പറഞ്ഞ് അത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എന്നെ നാട്ടിലേക്ക് അയക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ നാട്ടിലേക്ക് അയച്ചു. പക്ഷേ നാട്ടിലേക്ക് വന്ന് ഞാൻ ഫ്ലൈറ്റിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ
എൻ്റെ സഹോദരനാണ് എന്നെ വന്ന് എടുക്കാൻ വന്നത്. അപ്പോഴവനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന പാസ്റ്ററിൻ്റെ വീട്ടിൽ പോകണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു എന്തായാലും നീ വന്ന് ചേച്ചി വന്നതല്ലേ, വീട്ടിൽ വന്ന് മക്കളെയൊക്കെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മക്കളെയൊക്കെ വന്ന് കണ്ടു. വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞാൻ ആ പാസ്റ്ററിൻ്റെ വീട്ടിൽ പോവുകയും പാസ്റ്ററിൻ്റെ വീട് തൊട്ടടുത്തായിരുന്നു. ആ പാസ്റ്ററിൻ്റെ വീട്ടിൽ കടന്നു ചെന്ന് ആ പാസ്റ്ററിനോട് സംസാരിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞ് സ്നാനപ്പെടാനൊക്കെ വരട്ടെ സിസ്റ്റർ കുറേ കൂടെ വചനം പഠിക്കാനുണ്ട്, വചനം പഠിക്കണം, പോരാത്തുണ്ട് പുള്ളിക്കാരൻ വരണം, വന്നെങ്കിൽ മാത്രമേ സിസ്റ്റർ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനോട് ഇത് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ വന്ന് പുള്ളിക്കാരനോട് സംസാരിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്നെ കൊല്ലാൻ വേണ്ടി നിന്ന്. ഞാൻ ആ പാസ്റ്ററിനെ കാണണമെങ്കിൽ വെട്ടും കുത്തും എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനിടയായി. അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ വൈകിട്ട് ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് നമുക്ക് ആ പാസ്റ്ററിൻ്റെ വീട് വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനും ഞാനും എൻ്റെ 2 മക്കളും കൂടെ പാസ്റ്ററിൻ്റെ വീട്ടിൽ കടന്നു പോയപ്പോൾ പാസ്റ്ററിനെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ നല്ല സ്വഭാവമായി. പിന്നെ ഒരു കുഴപ്പമില്ല, പാസ്റ്ററെ ഞങ്ങൾ ദൈവത്തെ അറിയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വന്നു. ഞങ്ങൾ പിന്നെ പ്ലാമൂട് AG ചർച്ചിലാണ് ഞങ്ങളവിടെ പോയത്. അവിടെ പോയി ഞങ്ങൾ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെയും ചെയ്ത് അവിടെ നിന്ന് സ്നാനമേക്കുകയും കടന്നു വന്ന് പുള്ളിക്കാരൻ ഹാർട്ട് പേഷ്യൻ്റാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു ജോലി ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞങ്ങൾക്ക് ഹോട്ടൽ ജോലിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ 3 ഹോട്ടലിൽ ജോലി ചെയ്യേണ്ട ആരോഗ്യം കർത്താവ് കൊടുത്ത് പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ ബലത്തോടെ നിന്ന് ജോലി ചെയ്ത് ഞങ്ങളെ നന്നായിട്ട് അത്രയും വർഷം എൻ്റെ ജീവിതത്തിലില്ലാത്ത സന്തോഷവും സമാധാനം എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ അച്ഛൻ ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. അച്ഛൻ മരിച്ച സമയത്ത് പുള്ളിക്കാരൻ്റെ ചേട്ടൻ പുറത്തായിരുന്നു. അപ്പം അവർ ഈ നായർ സമുദായ പ്രകാരം എല്ലാ ദിവസവും ബലി ഇടണം ആ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ അനുജൻ അത് ചെയ്യിപ്പിച്ചു. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ അനുജൻ അത് മനഃപൂർവ്വം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനത് ഒരു കുറ്റബോധം ഉള്ളിലായി. പുള്ളിക്കാരൻ അത് കുറ്റബോധമായിട്ട് പുള്ളിക്കാരൻ വീണ്ടും മദ്യപിച്ച് പിന്നെ ഉള്ള ജീവിതമൊക്കെ ഞങ്ങൾ ഒത്തിരി വേദന അനുഭവിക്കേണ്ടി വന്നു. ഒത്തിരി വേദനകൾ അനുഭവിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പിന്നെ ഞങ്ങൾക്കെതിരായി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും പിന്നെ എൻ്റെ അച്ഛനും മോനും പ്രത്യേകം അവർ പോവുകയും ഞങ്ങൾ വീട് വാടകയ്ക്ക് എടുക്കുകയും അവിടെ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെയുമായി. ആ സമയത്തൊക്കെയും ഞങ്ങളെയും കളഞ്ഞിട്ട് എൻ്റെ ഭർത്താവും മോനെയും കൊണ്ടങ്ങ് പോയി. അമ്മയും മോളും ഒത്തിരി വേദന അനുഭവിച്ചു. ഞങ്ങൾ ആ പാസ്റ്ററിൻ്റെ വീട്ടിൽ മേളിൽ താമസിക്കാനിടയിൽ അവിടെ നിന്ന് അപ്പോൾ എൻ്റെ സഹോദരന്മാരും പുള്ളിക്കാരൻ്റെ സഹോദരങ്ങളും എല്ലാം കൂടെ ഞങ്ങൾക്കെതിരായി ഒത്തിരി സംസാരിച്ച് ഇവൾ അഹങ്കാരിയാണ്, ഇവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. ആ സമയത്തൊക്കെ എൻ്റെ കർത്താവ് എന്നെ കാത്തു പരിപാലിച്ച് എന്നെ ഹോട്ടൽ പണി ചെയ്തും എൻ്റെ മോളെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വേണം ആ പാസ്റ്ററിനെ ചേർത്ത് വെച്ച് അനാവശ്യങ്ങളൊക്കെ പറയാനിടയായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറി വീണ്ടും എൻ്റെ ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നു, ചെറിയൊരു ഓല വീടായിരുന്നു. ആ വീട് ഞങ്ങൾ ഒറ്റയ്ക്ക് കൊടുത്താണ് ഞാൻ സിംഗപ്പൂർ പോയത്. ആ വീട് അവസാനം കയറി കിടക്കാനിടയില്ലാതെ ആ വീടോട് ചേർത്ത് ഞങ്ങളൊരു ചെറിയൊരു ചായ്പ് കെട്ടി അവിടെ താമസിക്കുകയും അവിടെ വെച്ച് എൻ്റെ കൊച്ചുമോള് അന്ന് 10ൽ പഠിക്കുമായിരുന്നു. അവൾക്കും ഒത്തിരി വേദനകൾ അനുഭവിക്കേണ്ടി വന്നു. എൻ്റെ മൂത്ത സഹോദരൻ വന്ന് എന്നെ കൊല്ലാനുള്ള രാത്രികാലങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കൊല്ലാൻ വേണ്ടിയിട്ട് ഉളി എടുത്തുകൊണ്ട് എൻ്റെ വയറ്റിലോട്ട് വെച്ചിട്ട് നിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞാൽ കൊല്ലണ്ട, ഇവിടെ നിന്ന് നാട് കടത്താനെന്ന് ഉള്ളൊരിതായിരുന്നു. അപ്പോൾ ദേശം മൊത്തം ഇളകി. എനിക്ക് വേണ്ടി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല, മരിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയാനിടയായി. അന്ന് രാത്രി എൻ്റെ മോൾ ഒത്തിരി കരഞ്ഞിട്ട് പറഞ്ഞു, അമ്മ നമുക്ക് എവിടെയെങ്കിലും പോവാം അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നിന്നെയും കൊണ്ട് എന്നെയും ഞാനും മോളും ഒരേപോലെ ചെറുപ്പമായിരിക്കുന്നു. നിന്നെയും കൊണ്ട് എനിക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ല. ഇവിടെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും സംരക്ഷണയുണ്ട്. എനിക്ക് വലിയ ജോലിയൊന്നുമില്ല. ഞാൻ ഹോട്ടൽ പണിയാണ് ചെയ്യണത്. തുച്ഛമായ പൈസ, വെറും 50 രൂപയാണ് എനിക്ക് അന്ന് കിട്ടണത്. ആ പണിയിൽ ഞാൻ വാടക കൊടുക്കുമോ, നിന്നെ പഠിപ്പിക്കുമോ എനിക്കറിയില്ല മോളെ. നിന്നെയും കൊണ്ട് പോകാൻ പറ്റത്തില്ല. മരിക്കണമെങ്കിൽ അങ്ങ് മരിക്കാം മോളെ, നമുക്ക് കുഴപ്പമില്ല. എത്രയോ ദൈവദാസന്മാർ ദൈവമക്കൾ രക്തസാക്ഷികളായിരിക്കുന്നു. അതുകൊണ്ട് ഈ കുഴപ്പമില്ല മോളെ, നമുക്ക് മരിക്കണമെങ്കിൽ മരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ട ആ സമയത്തൊക്കെ അങ്ങനെ കടന്നുപോയി. മോളെ പഠിത്തം കഴിഞ്ഞ് മോള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ്
പിന്നീട് വീണ്ടും എനിക്ക് വിദേശത്ത് പോവേണ്ടി ഇട വന്നു. അവിടെ വെച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വീണ്ടും ഞങ്ങളോട് അടുത്ത് വന്നിട്ട് പറഞ്ഞു പുള്ളിക്കാരൻ പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളതായി. ഓപ്പറേഷൻ ചെയ്യാൻ സമയത്ത് ആൻജിയോഗ്രാം ചെയ്യണം, അതുകൊണ്ട് ഞാൻ വന്നെങ്കിൽ മാത്രമേ ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു പുള്ളിക്കാരൻ നിർബന്ധം പിടിച്ച്. അങ്ങനെ തിരിച്ചു വന്ന് ഞാൻ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെയും ചെയ്ത് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ പിന്നെ നടന്നതുമില്ല. എനിക്ക് പിന്നെ പോകാനും പറ്റിയില്ല. പിന്നെയും ഞങ്ങളുടെ ജീവിതം ദുഷ്കരമായിരുന്നു. ഞാൻ വീട്ടുജോലിയും അവിടെ ഇവിടെയൊക്കെ പോയി മോളെ പഠിത്തങ്ങളും അങ്ങനെ വീടൊന്നും തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിനിടയ്ക്ക് ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞ് വീട് എടുക്കാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട് കൊടുത്തിരിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയാണ് വീട് എടുത്തിരുന്നത്. ആ സഹോദരി വന്നിട്ട് പറഞ്ഞു ആ വീട് മാറി തന്നാലേ എനിക്ക് പൈസ തരണം, എനിക്ക് വീട് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അത്രയും പൈസ കൊടുത്ത് എനിക്ക് വീടെടുക്കാൻ എനിക്ക് ഒരു വഴിയും കാണാനില്ലാതായിരുന്നു. ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എന്തെങ്കിലും ഒരു വഴി ദൈവമേ തുറന്നു തരണം, അല്ലെങ്കിൽ അവൾക്ക് ഞാൻ വിലയ്ക്ക് കൊടുക്കണമെന്നുള്ള ആ ഒരു ഇത് പറയുന്നത്. ഒരു ചെറിയ വീടാണ്, ഒരു 1.5 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തുള്ളൊരു ചെറിയ വീടാണ്. അവൾക്ക് ആ വീട് വേണമെന്നുള്ള ഒരു ഇതിലായി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ ഈ ഒരു വിശ്വാസി സഹോദരിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെയാണ് കാര്യങ്ങൾ, വീട് മാറിക്കൊടുത്തില്ലെങ്കിൽ ആ വീട് അവൾക്ക് വിലയ്ക്ക് കൊടുക്കാൻ പറയുകയാണെന്ന് പറഞ്ഞു. അപ്പോഴും അവർ പറഞ്ഞു ഞാൻ നിനക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് അവർ തരാമെന്ന് പറഞ്ഞ് ആ ഉറപ്പിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞ് അവരെ മാറാൻ പറയാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ചേച്ചി ഉറപ്പാണോ? അപ്പോൾ പറഞ്ഞു ആ ഉറപ്പാണ്, നീ മാറാൻ പറയാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു അവരോട് പറഞ്ഞ് ശരി നീ എപ്പോഴും വീട് മാറുമെന്ന് അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 1 മാസത്തെ അവധി അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി 1 മാസത്തെ അവധിക്ക് അപ്പോഴും പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പിറ്റേന്ന് ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ മനസ്സ് ഒത്തിരി തകർന്നു. കർത്താവ് ഇനി ഞാൻ തിരിച്ച് ചെന്ന് പറഞ്ഞാൽ ഈ വീട് എൻ്റെ വീട് പോകുമല്ലോ എന്ന്. ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ സിംഗപ്പൂർ പോയ സമയത്തൊക്കെയും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളെല്ലാം കൂടെ ചേർന്ന് ഈ സ്ഥലം ഇത് എനിക്കറിയില്ലായിരുന്നു, പത്രത്തിൽ എഴുതി കൊടുത്തിരുന്നു 1 വർഷത്തിനായി ഈ വീട് തിരിച്ചെടുത്തില്ലാത്ത പക്ഷം അവർക്ക് സ്വന്തമാണെന്നും. പക്ഷേ ഈ എഴുതിച്ച് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി ഇത് വായിച്ച് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പത്രം കൊണ്ട് ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ബ്രദറിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് അവൾ അമ്മയും സഹോദരങ്ങൾ എഴുതി തന്ന പത്രം എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ആ പത്രം വായിച്ച് നോക്കിയിട്ട് അവർ മാറ്റി വെച്ചിട്ട് എന്നെ കണ്ടിട്ട് പറഞ്ഞു ലതി ഈ പത്രം ഇത് വായിച്ച് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ വായിച്ച് നോക്കിയപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു. ഈ കർത്താവേ ഇതിപ്പം അപ്പോഴത്തേക്ക് ഒരു 2-3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി കരഞ്ഞിട്ട് എനിക്ക് എന്നെ ആത്മീയമായി സഹായിക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. ആ അപ്പച്ചനും അമ്മച്ചിയുടെ അടുത്തേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് പറഞ്ഞ് എനിക്ക് ഒരു രക്ഷയില്ല, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പത്രത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഈ തരാമെന്ന് പറഞ്ഞൊരു അവരിങ്ങനെ തരില്ല എന്നാണ് പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കരഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു മോളെ നീ പ്രാർത്ഥിയിരുന്നു, നിനക്ക് കർത്താവ് വെളിപ്പെട്ട് തരും, നിനക്ക് വെളിപ്പാടൊക്കെ ദൈവം തന്നിട്ടുള്ളതല്ലേ, നിനക്ക് വെളിപ്പെടുത്തി തരും. അന്ന് ഞാൻ ഒത്തിരി ഞാനും എൻ്റെ മോളും കൂടെ കൈപിടിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞു, ഒത്തിരി കരഞ്ഞിട്ട് പറഞ്ഞു കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യണോ അപ്പാ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പം അന്ന് രാത്രി എന്നെ കാണിച്ച് ഇതിനിടയ്ക്ക് ഞാൻ ഒരു ചെറിയൊരു വീട് ലോൺ ഒരു ഗവൺമെൻറ് പ്രകാരമായി ഒരു ലോൺ കിട്ടിയായിരുന്നു. ആ ലോൺ പ്രകാരം ഞാൻ ഒരു ചെറിയൊരു വീട് ആ സ്ഥലത്ത് എന്നെ വെച്ച്, പക്ഷേ എങ്കിലും അവർ തന്നെയാണ് താമസിക്കുന്നത്, വീട് വെച്ചെങ്കിലും അവർ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ ഞാൻ കർത്താവ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് എന്നെ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ ആ വീട് ഒറ്റയ്ക്ക് തിരിച്ചെടുക്കുകയും ഞാനൊരു വീട്ടിൽ പെയിൻ്റ് അടിക്കുന്നതായിട്ട് മോളും ഞാനും കൂടെ നിന്ന് വീട് പെയിൻ്റ് അടിക്കുന്നതായിട്ട് കണ്ടു. കർത്താവ് എൻ്റെ ദൈവം എനിക്ക് അത്ഭുതം ചെയ്തു. ഞാൻ സന്തോഷിച്ചു. പക്ഷേ ഏത് വഴിയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇത് ഇത്രയും പൈസ എനിക്ക് ആര് തരുമെന്നും എനിക്കറിയില്ല. എങ്കിലും എന്നെ കാണിച്ചത് ആ അപ്പച്ചനും അമ്മച്ചിയും തരുന്നതായിട്ടാണ്. ഞാൻ അപ്പച്ചനും അമ്മച്ചിനും പറഞ്ഞു മോളെ എനിക്ക് ഒരു നിവൃത്തിയില്ല മോളെ, ഞാൻ കർത്താവ് എവിടെയെങ്കിലും ഒരുക്കും അമ്മച്ചി എന്ന് പറഞ്ഞു. ആ പറഞ്ഞ ഡേറ്റിന് എൻ്റെ കർത്താവ് എനിക്ക് ആ അത്രയും പൈസ കൊടുത്ത് ആ വീട് തിരിച്ചെടുക്കുവാൻ ദൈവം സഹായിച്ചു. കർത്താവ് കാണിച്ചതുപോലെ തന്നെ ഞാനും എൻ്റെ മോളും കൂടെ ആ വീട്ടിൽ വന്ന് വീട് കഴുകി ഞങ്ങളത് വൃത്തിയാക്കി ഞങ്ങൾ അതിൻ്റെ അകത്ത് അന്ന് പാർക്കുവാൻ അന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഞങ്ങൾ സ്തുതിച്ചത് അത്രയും ഞങ്ങൾ വലിയ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവും മോനും ഒക്കെ വന്ന് വീണ്ടും അവരോട് താമസമൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് മോള് പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു ആയപ്പോഴത്തേക്കും മോൾ 1-2 വിഷയത്തിന് തോറ്റപ്പോഴത്തേക്ക് അവൾ ആഹപ്പാട് തകർന്നു പോയ സമയത്ത് നല്ല പഠിക്കുന്ന ഒരു കൊച്ചായിരുന്നു. മാനസികമായി ഒത്തിരി എൻ്റെ ഭർത്താവിനെ ഒത്തിരി വേദനിപ്പിക്കുകയൊക്കെ ഞാനും ഇല്ലാതായിപ്പോയി ആ സമയത്ത്, അവളെ പരീക്ഷ സമയത്ത്. ആ സമയത്താണ്
ഞാൻ വന്നിട്ട് വീണ്ടും വന്ന് അവളെ പരീക്ഷ എഴുതിപ്പിച്ച് അവൾ നല്ല മാർക്കോടെ അവൾ വീണ്ടും പാസ്സാവാൻ ഇടയായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പ്രവചനം ഇതിൽ പറഞ്ഞ്, മോൾക്ക് പഠിത്തമല്ല, മോൾക്ക് ശുശ്രൂഷയാണ്, മോളെ ഒരു ദൈവദാസനാണ് കല്യാണം കഴിക്കണത്, അതുകൊണ്ട് മോളെ പഠിക്കാൻ വിട്ട് അവൾ പോവില്ല, പഠിച്ചാലും ഒരു വർഷം പോലും അവിടെ തികച്ച് നിൽക്കില്ല, തിരിച്ചു വരും, നിങ്ങൾ കൊടുത്ത പൈസയൊക്കെയും അത് വെറുതെ ആയി തീരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിൽ വെറുതെ നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഡിഗ്രിക്ക് കൊണ്ടുവന്ന് ചേർത്തു. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങളൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിക്കോ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മോളോട് പറഞ്ഞു, മോളെ കോളേജ് കഴിഞ്ഞ് വീട്ടിൽ പോകണ്ട, നമുക്ക് നീ ഈ പ്രാർത്ഥനാ സ്ഥലത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞ്. മോളിങ്ങനെ കോളേജിൽ പോയിട്ട് വന്ന് വാതൊക്കെ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ സമയത്താണ് ഒരുപാട് പെൺപിള്ളേർ, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ദൈവദാസൻ പറയുവാണ്, മോളെ നിനക്ക് 6 മാസത്തിനാ വിവാഹമാണെന്ന് പറഞ്ഞ്. ഞങ്ങൾ എല്ലാവരും തിരിഞ്ഞു നോക്കി ഇതാരാണെന്നുള്ളത്. എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആ ചർച്ചിൽ എല്ലാം ഇങ്ങനെ സീനിയാരിറ്റി പ്രകാരം അവരിങ്ങനെ ആ ചർച്ചിൽ 5 വിവാഹം നടക്കുമെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തിയത് പ്രകാരം ഈ 5 പെൺപിള്ളേരും ഇങ്ങനെ സീനിയാരിറ്റി പ്രകാരം അവർ കണക്കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കൊച്ചതിൽ ഏറ്റവും ഇളയ കൊച്ചായിരുന്നു. അവൾക്ക് പ്രായം കുറവായിരുന്നു, മറ്റുള്ള പെൺപിള്ളേർക്കൊക്കെ നല്ല പ്രായങ്ങളുള്ള ഇതായിരുന്നു. അങ്ങനെ ഞാനും എല്ലാവരും തിരിഞ്ഞു നോക്കിയ സ്ഥാനത്ത് ഞാനും തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മോളാണ്. എൻ്റെ നെഞ്ചിലേക്കുള്ള ഒരു വാള് കടക്കും പോലെ എനിക്ക് തോന്നി, കർത്താവ് എൻ്റെ കയ്യിൽ 1 രൂപയില്ല, ഈ കൊച്ചിനെ എനിക്ക് പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ കർത്താവ് പറയണം, കർത്താവിൻ്റെ വേലയാണ്, ഞാൻ എന്ത് ചെയ്യും ദൈവമേ, 6 മാസം വിവാഹവും അങ്ങനെ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ ഞാൻ പറഞ്ഞ് നിയന്ത്രിച്ച്, കർത്താവിൻ്റെ ഇഷ്ടം എന്തോ അങ്ങ് ചെയ്യണമേ കർത്താവേ എന്നും പറഞ്ഞ് ഞാനും അങ്ങ് സമർപ്പിച്ച്. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് വേറൊരു ദൈവദാസി എന്നോട് വന്നിട്ട്, പ്രവാചക എന്നോട് വന്നിട്ട് പറഞ്ഞ്, അമ്മയ്ക്ക് ഏക മകനാണ്, ഹിന്ദു കുടുംബത്തിൽ നിന്നും ഒരു കൊച്ച് വിശ്വാസിൽ വന്നൊരു കൊച്ചാണ്, അവൻ പാസ്റ്ററാണെന്ന് പറഞ്ഞു. എൻ്റെ നെഞ്ച് തകർന്ന്, എൻ്റെ കർത്താവ് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തമില്ല, എങ്കിലും കർത്താവിൻ്റെ ഇഷ്ടം പോലെ അങ്ങ് നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പറഞ്ഞ് ഈ ചർച്ചിൽ തന്നെ ഒരുപാട് വിവാഹാലോചന മറ്റുള്ള മക്കൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഓരോ വിവാഹങ്ങൾ എൻ്റെ മോക്കും ഇങ്ങനെ സഭയിലെ പാസ്റ്റർ എന്നെ വരുന്ന നോക്കിയപ്പോഴത്തേക്കാണ് വേറൊരു ദൈവദാസം അവിടെ വന്നിട്ട് പറഞ്ഞ്, മോക്കിപ്പോൾ കല്യാണം നോക്കണ്ട. എൻ്റെ അടുത്ത് ഒരു ദേവദാസൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞു, ഇതേപോലെ ഒരു പെങ്കൊച്ചിനെ എനിക്ക് വേണമെന്ന്. ഞാൻ അവിടെ ആ പാസ്റ്റർ ഉപവസിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പുള്ളിക്കാരൻ്റെ ഉപവാസം കഴിഞ്ഞു 3-ാം ദിവസം പുള്ളിക്കാരൻ എൻ്റെ മരുമോൻ്റെ വീട്ടിൽ, മരുമോൻ തിരുവല്ലയിൽ ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ ആ അമ്മ മോനെ വിളിച്ചു വരുത്തി, അമ്മയ്ക്ക് വയ്യാന്ന്, പക്ഷേ ഒന്നും അറിയാതെയാണ് വിളിച്ചു വരുത്തി വന്നപ്പോഴത്തേക്ക് ഈ പാസ്റ്റർ അവിടെ പോവുകയും ആ പാസ്റ്റർ ചെന്ന് ഈ മോനെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. കൊണ്ടുവന്ന് പെണ്ണ് കണ്ടു, ആരും പരസ്പരം ഒന്നും അറിയുന്നില്ല, പക്ഷെ കൊണ്ടുവന്ന് കണ്ടുമ്പോൾ ഇഷ്ടപ്പെട്ടു. കല്യാണം തന്നെ 2 മാസത്തിനകം തന്നെ കല്യാണം നടക്കും. ഇതിനിടയ്ക്ക് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അനിയത്തിമാർ 2 പേര് കല്യാണം കഴിക്കാതിരിപ്പുണ്ട്. പക്ഷെ അവരെയൊക്കെ നടുവിൽ വെച്ചാണ് എൻ്റെ മോളെ കർത്താവ് 19-ാമത്തെ വയസ്സിലുള്ള കെട്ടിക്കാൻ ഒരുക്കിയത്. എൻ്റെ കയ്യിൽ 1 രൂപ ഇല്ലാത്ത സ്ഥാനത്ത് എല്ലാം എൻ്റെ കർത്താവ് ഒരുക്കി തന്നു. എല്ലാ കാര്യങ്ങളും ചന്തവും ഉചിതവുമായി ചെയ്ത് ഏത് പ്രതിസന്ധിയിലും കർത്താവ് കൂടെയുണ്ടെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന പാഠമാണ് ലതയുടെ അനുഭവത്തിൽ നിന്നും നാം പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയായി. അത് കഴിഞ്ഞിട്ട് മോളെ കല്യാണം കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നീട് മോൾക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ ആയി. 2ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴോട്ട് എനിക്ക് ശരീരത്തിന് അസ്വസ്ഥത തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്ന് എനിക്കൊരു വല്ലാത്തൊരു കിതപ്പായിരുന്നു എനിക്ക് ആദ്യം അനുഭവപ്പെട്ടത്. പിന്നീട് ക്ഷീണമായി. അതിനെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കുകയും അവിടെ നിന്ന് രക്തം കുറവാണെന്ന് പറഞ്ഞ് പിന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അവരന്ന് പറഞ്ഞു ക്യാൻസർ ആയിരിക്കുമെന്ന്. അന്ന് അവർ സംശയം പറഞ്ഞെങ്കിലും എൻ്റെ നട്ടലിൽ നിന്ന് മജ്ജ കുത്തി പരിശോധിച്ചു, അന്ന് ക്യാൻസർ ആയിരുന്നില്ല. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു 5 വർഷത്തിന് മുമ്പേ വീണ്ടും എൻ്റെ ഒരു നെഞ്ചിലൊരു മുഴ കാണുവാനിടയായി. ബ്രസ്റ്റിൽ ഒരു ചെറിയൊരു മുഴ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ എന്താണെന്ന് അറിഞ്ഞൂടാ, എൻ്റെ ബ്രസ്റ്റിൽ ഇങ്ങനെ ഒരു ചെറിയൊരു മുഴ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അമ്മ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അത് വന്നു തുടങ്ങിയതിന് ശേഷം എനിക്കൊരു ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്നുള്ള രീതിയിൽ മോൻ പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ ഞാൻ ലേഡി ഡോക്ടറാണെങ്കിൽ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് പോയ സമയത്ത് ESA വഴിയാണ് പോയത്. മോൻ്റെ ESA വഴിയാണ് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ ലേഡി ഡോക്ടറായിരുന്നു. ഞാൻ ഡോക്ടറോട് കാണിച്ചപ്പം പറഞ്ഞ് ഈ മുഴ വശപേശ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത്
എന്നെ അവർ കുത്തി പരിശോധിക്കാൻ വിടുകയും അവിടെ നിന്ന് പിന്നെ മാമോഗ്രാം ചെയ്തു എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൺഫേമായി ക്യാൻസറാണെന്ന്. അപ്പോൾ 3 സ്റ്റേജ് ആയിരുന്നു. 3 സ്റ്റേജ് അവർ നേരെ എന്നെ RCCയിലേക്ക് അയച്ചു. RCCയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ 1 രൂപയില്ല, ഞാൻ എന്ത് ചെയ്യും കർത്താവേ. എൻ്റെ ഭർത്താവ് ഇതിനിടയ്ക്ക് മരിച്ചു, പുള്ളിക്കാരനും പോയി, അതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ 1 രൂപ ഇല്ലാത്തൊരവസ്ഥ. ഞാൻ ആകപ്പാടെ വിഷമിച്ചിരിപ്പം. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഞാനൊരു മെസ്സേജ്, ഒരു ദേവദാസൻ്റെ മെസ്സേജ് കേൾക്കുവാനിടയായി. ആ ദേവദാസൻ ഇങ്ങനെ പറയുമായിരുന്നു, നിനക്ക് അസുഖം വരുന്നത് നീ വരല്ലേ വരല്ലെന്ന് അങ്ങനെ പ്രാർത്ഥിക്കരുത്, നിനക്ക് എന്താണെന്ന് അറിയണ്ടേ ഇതിനെക്കുറിച്ച് എന്നും പറഞ്ഞുകൊണ്ട് ആ മെസ്സേജ് കേൾക്കുവാനിടയായി. കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ ഇഷ്ടം എന്തോ അതങ്ങ് എൻ്റെ ജീവിതത്തിൽ ചെയ്യണം, പക്ഷേ ഞാൻ ആരെയും മുമ്പേ കൈനീട്ടാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കരുതേ, പക്ഷേ എൻ്റെ കർത്താവ് എന്നെ ചികിത്സ നടത്തണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാനിടയായി. ആ 1 രൂപ ഇല്ലാത്ത സ്ഥാനത്ത് എൻ്റെ കർത്താവ് എനിക്ക് എല്ലാ കീമയും, അതും 8 കീമയും 20 റേഡിയേഷൻ എടുക്കാനും ഓപ്പറേഷൻ ചെയ്യാനൊക്കെയും ദൈവം സഹായിച്ചു. ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായി. ഒത്തിരി സീരിയസ് ആയ സമയത്തൊക്കെ നാട്ടുകാരും വീട്ടുകാരൊക്കെയും വിചാരിച്ചു ഇപ്പം തീരും, ഇപ്പോൾ ഓരോ പ്രാവശ്യം രാത്രി എന്നെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്തൊക്കെയും എല്ലാവരും കരുതിയിരുന്നത് ഞാൻ ഇപ്പം തീരും എന്നുള്ളതാണ്. അവിടെയൊക്കെ എൻ്റെ കർത്താവ് എന്നെ കാത്ത് പരിപാലിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് പെട്ടെന്ന് ഒരു ദർശനം ഉണ്ടായത്. ഒരു സിസ്റ്ററിനെ എനിക്ക് പോയി കാണണം, പുള്ളിക്കാരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എണ്ണ ഇടണമെന്ന് പറയാനിടയായി. അപ്പോഴെൻ്റെ എനിക്ക് കയ്യിൽ നിന്നും ഒട്ടും വയ്യാത്തൊരവസ്ഥയായിരുന്നു. കൈയൊക്കെ ഭയങ്കര നീരും, എനിക്ക് ഒരു കാലൊന്നും ഉറയ്ക്കാത്തൊരവസ്ഥയും, കീമൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ വേറെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ഒത്തിരി ബലൂൺ പെരുവും പോലെ പെരുകിപ്പോയി. എനിക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ പുള്ളിക്കാരിയുടെ വീട്ടിൽ ഫുഡ് മിനിസ്ട്രി ഒരു പാസ്റ്റർ വെച്ച് നടത്തുമായിരുന്നു. ഇത് കാണാൻ വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ അങ്ങനെ ഇവിടെ വന്ന സമയത്ത് അതിലൊക്കെയും ചെന്ന് അവർ ആ ഫുഡിൻ്റെ ഇത് പൊതിഞ്ഞ് കൊടുക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൈ എനിക്ക് പറ്റില്ലായിരുന്നു. എങ്കിലും ഞാൻ ഉറക്കെ പിടിച്ച് വെച്ചു അത് ആ ഫുഡിൻ്റെ റബ്ബർ ബാൻഡിടെയും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും എനിക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴാണ് ദൈവം കാണിക്കുന്നത്, കർത്താവ് എൻ്റെ അടുത്ത് കാണിച്ച് ഈ പുള്ളിക്കാരിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകപ്പാടെ തളർന്നു. ഈ കർത്താവെ എനിക്ക് ഒട്ടും വയ്യാത്തിരിക്കണം, ഞാനെങ്ങനെ പോയി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി എണ്ണയിടും. ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, പോവാൻ മാത്രം പറഞ്ഞു. ഞാൻ പുള്ളിക്കാരോട് വിളിച്ച് ചോദിച്ചു, എന്താണ് സിസ്റ്ററിന് വല്ല അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എനിക്കൊരു അസുഖമില്ല, എനിക്ക് പനിയാണെന്ന്. പക്ഷേ പിറ്റേന്ന് ഇവിടെ ഫുഡ് മിനിസ്ട്രി ഉണ്ടായിരുന്നു. ഇതിനുവേണ്ടി ഞാനിവിടെ വന്ന സമയത്ത് പുള്ളിക്കാരി മുറ്റം അടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയിൽ നിന്ന് ചൂല് വാങ്ങിച്ച് ഞാൻ മുറ്റം അടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റൂലായിരുന്നു. അപ്പോഴത്തേക്കാണ് ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, എനിക്ക് സിസ്റ്റർ വിചാരിക്കുമ്പോൾ എനിക്ക് പനിയല്ല, എനിക്ക് ക്യാൻസറാണ്, എനിക്ക് ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ കർത്താവ്, ഇതാണ് ഇത്രയും വലിയ രോഗത്തിനെയാണോ എന്നെ ചികിത്സിക്കാൻ വിട്ടേന്നുള്ള ആ ഒരു ഭയം എന്നെ വല്ലാതെ വേട്ടയാടി. അപ്പോൾ വീണ്ടും ഞാൻ 6 മാസം കർത്താവ് പറഞ്ഞ സ്ഥിതിയിൽ വെച്ച് എണ്ണ കയ്യിലൊഴിച്ച് പുള്ളിക്കാരിയുടെ ദേഹം മൊത്തം ഇടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെയും ചെയ്ത്. പക്ഷേ ഒരു കുറവും വേറൊരു മാറ്റവും ഞാൻ കണ്ടില്ല. പക്ഷേ എൻ്റെ വീട്ടുകാരും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇപ്പോൾ വയ്യാത്ത നീ എന്തിന് പോണേന്നും പറഞ്ഞ എൻ്റെ അനിയത്തിമാരും എല്ലാവരും കൂടെ പറയാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ഞാൻ ഇനി വരുന്നില്ല, എല്ലാവരും എന്നെ പരിഹസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും സിസ്റ്ററിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഇപ്പോൾ വീട്ടിൽ പോയപ്പോൾ എനിക്ക് RCCയിൽ പോകണമായിരുന്നു, ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, ചെക്കപ്പ് ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയും കൂടെയാണ് എൻ്റെ കൂടെ വന്നത്. ഞാനിപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് എനിക്കൊരു വല്ലാത്ത പനിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ചുമയും വന്നു കഴിഞ്ഞ് പിറ്റേന്ന് ചെറിയൊരു ഡിസ്പെൻസറി കൊണ്ടുവന്ന് കാണിച്ചു. പക്ഷേ 2 പ്രാവശ്യം ആൻറ്റിബയോട്ടിക് എടുത്തിട്ടും എനിക്ക് ചുമ മാറുകയും എനിക്ക് ഒരു കുറവും കാണില്ല. അവസാനം ആ ഡോക്ടറിന് പേടിയായി. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒന്നാമത് ക്യാൻസർ പേഷ്യൻ്റാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ RCC തന്നെ പോകുമെന്ന് പറഞ്ഞു. 3ാമത്തെ ആൻറ്റിബയോട്ടിക് കയ്യിൽ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ അപ്പോഴത്തേക്ക് 1.5 മാസമായിട്ട് എൻ്റെ ഈ ചുമ മാറുന്നില്ല. വല്ലാത്ത ചുമ, എനിക്ക് തോരാത്ത ചുമച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്ത് ഞാൻ ഒത്തിരി അന്ന് രാത്രി കരഞ്ഞു, കർത്താവേ ഞാൻ ആ സിസ്റ്ററിനോട് പോവില്ല എന്ന് പറഞ്ഞിട്ടാണോ എനിക്ക് ഈ രോഗം വന്നതിപ്പോൾ എന്നും പറഞ്ഞിട്ട് RCCയിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തിട്ട് കർത്താവേ എന്ന് പറഞ്ഞു ഒത്തിരി വേദനിച്ചു. ആ വേദനിച്ച സമയത്ത് അന്ന് രാത്രി ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ സുഖമായി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അവിടെ പോകണമെന്ന്, അല്ലാന്ന് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പോകണമെന്നില്ല കർത്താവേ എന്ന്. പക്ഷെ അന്ന് രാത്രി ഞാൻ നല്ലവണ്ണം ഉറങ്ങി. ഈ 1.5 മാസം ഉറങ്ങാതിരുന്ന ഞാൻ അന്ന് ഉറങ്ങി. അതിനുശേഷം ചുമച്ചതുമില്ല. പിറ്റേന്ന് തന്നെ ഞാൻ പുള്ളിക്കാരിയോട് വീട്ടിൽ വരികയും പുള്ളിക്കാരി അടുത്ത് വന്ന് പറഞ്ഞു, സിസ്റ്റർ ഞാൻ എല്ലാ ദിവസവും വരുന്നില്ല, ഞാൻ ഇവിടെ 6 ദിവസം നിന്നിട്ട് 6ാമത്തെ ദിവസം വീട്ടിൽ പോയിട്ട് തിങ്കളാഴ്ച തിരിച്ച് വരാമെന്ന് പറഞ്ഞു.
അങ്ങനെ പുള്ളിക്കാരി ശരിയെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ നിൽക്കുക 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഒട്ടും വയ്യാതായി. പുള്ളിക്കാരി വയ്യാതാവുകയും കിടപ്പിലാവുകയും ചെയ്തു. അവിടെ ഞാൻ പുള്ളിക്കാരിയെ നോക്കുവാനൊക്കെയും പിന്നെ ഞാനായിരുന്നു അവിടെ 21 ദിവസവും ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഈ വയ്യാത്ത എന്നെ കൊണ്ട് എന്നെ അവിടെ അത്രയും കയറ്റി ഇറക്കി എടുത്തും സ്റ്റെപ്പുകളൊക്കെയും കയറുവാനൊക്കെ ഇടയായി. അവിടെ നോക്കി ആ പുള്ളിക്കാരിയുടെ കൂടെയാണ് ഇന്ന് ഞാൻ ഇത്രയും 4 വർഷം കഴിഞ്ഞു. 4 വർഷം കൊണ്ട് പുള്ളിക്കാരിയുടെ കൂടെയാണ് ഞങ്ങൾ 2 പേരും മാത്രമാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ആ കർത്താവിനെ കൂടാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. എത്ര ദൈവങ്ങളുണ്ടെങ്കിലും കർത്താവിൽ കൂടെ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ കർത്താവിനെ അറിയണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ഈ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം വിടുതലയക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ എൻ്റെ കർത്താവിനെ സേവിപ്പാനും എൻ്റെ മകളും കുടുംബം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. എല്ലാവരും മകളും കുടുംബം ശുശ്രൂഷ കുടുംബമായിരിക്കുന്നു. അവരെല്ലാവരും ദൈവസന്നിധിയിൽ നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവത്തെ അറിയണം. എൻ്റെ യേശുപ്പച്ചനെ കഴിയാതെ ആർക്കും, എൻ്റെ കർത്താവിനെ കൂടാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. യേശു ഒരു മതത്തിൻ്റെ സ്ഥാപകനല്ല. എൻ്റെ യേശുപ്പച്ചൻ സകല മാനവരക്ഷയ്ക്കും വേണ്ടിയുള്ള എൻ്റെ കർത്താവിനെ സേവിക്കുന്നവർക്ക് ആർക്കും ഒരു മുട്ടും വരുത്തില്ല. കർത്താവിൻ്റെ നിത്യതയ്ക്ക് എത്തപ്പെടുവാൻ കഴിയും. കണ്ണീർ നിറഞ്ഞ ജീവിതാനുഭവങ്ങളിൽ നിന്നും യേശു കരം പിടിച്ച് കയറ്റിയ നിരവധി അനുഭവങ്ങളാണ് സാക്ഷികൂടാരം എന്ന ഈ പ്രോഗ്രാമിൽ നാം കാണുകയും അറിയുകയും ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ ഈ അനുഭവ സാക്ഷ്യങ്ങൾ സഹായിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. യേശു